Hi everyone, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് സെമസ്റ്റർ എംഎസ്സി മാത്തമാറ്റിക്സിന്റെ റിയൽ അനാലിസിസ് എന്നുള്ള പേപ്പറിലെ ഒരു ഭാഗമാണ്. ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ട്. എന്താണ് ഡിസ്കണ്ടിന്യൂറ്റീസ് നോക്കാം. ഇഫ് എക്സ് ഈസ് എ പോയിന്റ് ഇൻ ദ ഡൊമെയിൻ ഓഫ് ദ ഫംഗ്ഷൻ എഫ് വേർ ഇറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂസ് then f is said to be discontinuous at x. f എന്ന ഫംഗ്ഷന്റെ ഡൊമെയിനിൽ ഒരു പോയിന്റ് ആണ് x. ആ x എന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലെങ്കിൽ we say that f is discontinuous at x എന്ന് പറയും. അപ്പോൾ ഡൊമെയിനകത്ത് പോയിന്റ് ആണോ ആ പോയിന്റ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ആണെന്ന് പറയും. എഫ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് എന്ന് പറയാൻ പറ്റും. ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് വാല്യൂസ് ആണ് എഫ് ഓഫ് എക്സ് പ്ലസ് ആൻഡ് എഫ് ഓഫ് എക്സ് മൈനസ്. എന്താണ് എഫ് ഓഫ് എക്സ് പ്ലസ് എന്ന് പറയാം. ലെറ്റ് എഫ് ബി ഡിഫൈൻഡ് ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി let f be defined on open interval ab considering any point x such that a less than equal to x less than b. f of x plus equal to q if f of tn converges to q as n tends to infinity for every tn in xb such that tn converges to x. അതായത് നമ്മൾ ആദ്യം എന്തെടുത്തു, എ ബി എന്നുള്ള ഒരു ഇന്റർവെൽ എടുത്തു. അതിനകത്ത് ഏതോ ഒരു പോയിന്റ് ആണ് എക്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ എക്സിനും ബിക്കും ഇടയിൽ നിന്ന് നമ്മൾ ടി എന്നുള്ള സീക്വൻസ് എടുക്കുകയാണ്. ടി എന്നുള്ള സീക്വൻസ് എടുത്തു. ആ ടി എൻ കൺവേർജസ് ടു എക്സ് ആണ്. ദെൻ എഫ് ഓഫ് ടി എൻ കൺവേർജസ് ടു ക്യൂ ആണെങ്കിൽ നമ്മൾ പറയും എഫ് ഓഫ് എക്സ് പ്ലസ് ഇസ് ഈക്വൽ ടു ക്യൂ. വി സേ ദാറ്റ് എഫ് ഓഫ് എക്സ് പ്ലസ് ഇസ് ഈക്വൽ ടു ക്യൂ എന്ന് പറയും. അതായത് നമ്മൾ പറഞ്ഞ എന്താണ്, എ ബിക്കകത്ത് ഒരു പോയിന്റ് എക്സ് എടുത്തു. ആ എക്സിന്റെ റൈറ്റ് സൈഡിലുള്ള ഏതൊരു സീക്വൻസ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഏതൊരു സീക്വൻസിന്റെയും ലിമിറ്റ് ക്യൂ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസിന് നമ്മൾ ക്യൂ എന്ന് പറയും. ഓക്കെ, അപ്പോൾ എക്സിന്റെ റൈറ്റ് സൈഡ് ആയതുകൊണ്ടാണ് എക്സ് പ്ലസ് എന്ന് പറയുന്നത്. എഫ് ഓഫ് എക്സ് പ്ലസ് എന്ന് പറയാൻ കാരണം എക്സിന്റെ റൈറ്റ് സൈഡിലുള്ള ഏത് സീക്വൻസും എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നതിന്റെ ലിമിറ്റ് ക്യൂയിലേക്കാണ് കൺവേർജ് ചെയ്യുന്നതെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ക്യൂ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എഫ് ഓഫ് എക്സ് മൈനസ്? ഇതേപോലെ തന്നെ എ ബിക്കകത്ത് ഏതൊരു പോയിന്റ് എക്സ് എടുത്തു, ചൂസ് ചെയ്യാൻ. ഇനി എന്ത് ചെയ്യാണ്, എക്സിന്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സീക്വൻസ് എടുക്കുകയാണ്. ടി എൻ എന്നുള്ള സീക്വൻസ് എടുത്തു. ടി എൻ കൺവേർജസ് ടു എക്സ് ആണ്. ആൻഡ് എഫ് ഓഫ് ടി എൻ കൺവേർജസ് ടു പി ആണെങ്കിൽ നമ്മൾ പറയും എഫ് ഓഫ് എക്സ് മൈനസ് ഇസ് ഈക്വൽ ടു പി. അപ്പോൾ എക്സിന്റെ ലെഫ്റ്റ് സൈഡിലാണെന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് മൈനസ് എന്നും റൈറ്റ് സൈഡിൽ വെച്ചാൽ എഫ് ഓഫ് എക്സ് പ്ലസ് എന്നും പറയും. ഓക്കെ, ഇനി at any point x belongs to open interval ab limit x tends to limit t tends to x, limit t ആണ്, t tends to x f of t exists എന്ന് പറയണമെങ്കിൽ ലിമിറ്റ് t tends to x f of t exists എന്ന് പറയണമെങ്കിൽ, അതായത് f of t എന്നുള്ള പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയണമെങ്കിൽ f of x plus equal to f of x minus ആയിരിക്കണം. ഓക്കെ, അതായത് ഓപ്പൺ ഇന്റർവൽ എ ബിക്കകത്ത് ഏത് പോയിന്റ് എക്സ് എടുത്താലും ആ പോയിന്റിൽ ഫംഗ്ഷൻ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ഈക്വൽ ടു എന്തായിരിക്കണം, എഫ് ഓഫ് എക്സ് മൈനസ് ആയിരിക്കും. അടുത്തൊരു ഡെഫിനിഷൻ ആണ്, ലെറ്റ് എഫ് ബി ഡിഫൈൻ ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി ഇഫ് എഫ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ്. എഫ് എന്താണ്, എക്സ് എന്ന പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആണ്. ആൻഡ് ഇഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ആൻഡ് എഫ് ഓഫ് എക്സ് മൈനസ് എക്സിസ്റ്റ്, f of x plus and f of x minus exist. അപ്പോൾ f of x plus f of x minus exist ചെയ്യുന്നുണ്ട്, f ഡിസ്കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ then f is said to have a discontinuity of first kind or simple discontinuity. അതായത് എന്തായിരിക്കണം, f of x plus f of x minus exist, രണ്ട് എക്സിസ്റ്റ് ചെയ്യണം. ബട്ട് എഫ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ്. എക്സ് എന്ന പോയിന്റിൽ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആവും വേണം. ആൻഡ് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എന്ത് ചെയ്യണം, എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പേരാണ്
discontinuity of first kind or simple discontinuity. അതിൽ രണ്ട് കേസ് വരാം. എങ്ങനെയൊക്കെ ഡിസ്കണ്ടിന്യൂസ് ഉണ്ടാവുക? ഇത് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ, ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? എഫ് ഓഫ് എക്സ് പ്ലസ് ഇക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് ഇക്വൽ ടു എഫ് ഓഫ് എക്സ് ആവണം അല്ലെ? ഫംഗ്ഷൻ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും പോയിന്റിലെ വാല്യൂ സെയിം ആവുക ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറയാം. അപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലെങ്കിൽ നമുക്കറിയാം ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലെങ്കിൽ നമുക്ക് രണ്ട് കേസ് വരാം. ഒന്ന് എന്തുണ്ടാവാം? എഫ് ഓഫ് എക്സ് പ്ലസ് ഇക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് ബട്ട് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇത് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണ്, ബട്ട് എന്തിനോട് ഈക്വൽ അല്ല? എഫ് ഓഫ് എക്സിനോട് ഈക്വൽ അല്ല. അപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല, പക്ഷെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കേസ് എന്ത് വരാം? എഫ് ഓഫ് എക്സ് പ്ലസും എഫ് ഓഫ് എക്സ് മൈനസും ഈക്വൽ അല്ല, രണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല ബട്ട് ഈക്വൽ അല്ല. അപ്പോൾ ഇങ്ങനെ രണ്ട് കേസിലാണ് നമുക്ക് സിമ്പിൾ ഡിസ്കണ്ടിന്യൂസ് ഓർ ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫസ്റ്റ് കൈൻഡ് ഉണ്ടാവുക. ഇനി അടുത്തത്, if f of x plus and f of x minus does not exist, ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ രണ്ടും, ഒന്നിലെ എഫ് ഓഫ് എക്സ് പ്ലസ് മാത്രം അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് മൈനസ് രണ്ടും എക്സിസ്റ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ then the discontinuity is of second kind. അങ്ങനെ വെച്ചാൽ ഡിസ്കണ്ടിന്യൂറ്റി നമ്മൾ പറയും സെക്കൻഡ് കൈൻഡ് ഡിസ്കണ്ടിന്യൂറ്റീസ് ഓർ ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് സെക്കൻഡ് കൈൻഡ് എന്ന് പറയും. അതായത് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്താൽ ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫസ്റ്റ് കൈൻഡ് ഓർ സിമ്പിൾ ഡിസ്കണ്ടിന്യൂറ്റി. ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ രണ്ടും എക്സിസ്റ്റ് ചെയ്യാതിരുന്നാൽ ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് സെക്കൻഡ് കൈൻഡ് എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറയാണ്, എഫ് ഓഫ് എക്സ് പ്ലസ് ഈക്വൽ ടു 1 if x is rational and equal to 0 if x is irrational. അപ്പോൾ നമുക്ക് ഇവിടെ പറയാൻ പറ്റും, ഇവിടുത്തെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സിസ്റ്റ് ചെയ്യില്ല. കാരണം എന്തുകൊണ്ടാണ്? റിയൽ ലൈനിൽ നമ്മൾ ഏതൊരു റിയൽ ലൈൻ എടുത്താലും അവിടെ ഒരു എക്സ് എന്നതിൻ്റെ വാല്യൂ എടുത്താൽ അതിന് തൊട്ട് പുറത്ത് എന്തുണ്ടാവും? ഒരു റാഷണൽ നമ്പർ ഉണ്ടായ അതിന് തൊട്ടപ്പുറത്ത് ഇറാഷണൽ ഉണ്ടാവും. ഇറാഷണൽ ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് ദി ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ദെർഫോർ എഫ് ഓഫ് എക്സ് പ്ലസ് ആൻഡ് എഫ് ഓഫ് എക്സ് മൈനസ് ഡു നോട്ട് എക്സിസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യാതിരുന്നാൽ അതാണ് സെക്കൻഡ് കൈൻഡ് ഡിസ്കണ്ടിന്യൂറ്റീസ് ആണ്. സോ ദിസ് ഈസ് എ സെക്കൻഡ് കൈൻഡ് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. അടുത്ത അതേപോലെ തന്നെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് if x is rational and equal to 0 if x is irrational. ഇവിടെ അതെ എക്സ് റാഷണലും ഇറാഷണലും മിക്സായി കിടക്കുന്നതായതുകൊണ്ട് നമുക്ക് ഫംഗ്ഷൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. അതായത് റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യില്ല. therefore the function is of second kind discontinuity. ഫംഗ്ഷൻ സെക്കൻഡ് കൈൻഡ് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. മൂന്നാമത്തെ എക്സാമ്പിൾ പറഞ്ഞു, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു sin 1 by x if x not equal to 0 and equal to 0 when sin x equal to 0. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് എന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 sin 1 by x എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ വില എക്സിസ്റ്റ് ചെയ്യില്ല. therefore this is second kind discontinuity at x equal to 0. ബാക്കിയുള്ള എല്ലാ പോയിന്റിലും എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിൽ മാത്രമാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ബ്രേക്ക് വരുന്നത് അല്ലേ? മറ്റ് sin 1 by x sin x cos x ഒക്കെ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ sin 1 by x കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അത് എക്സിസ്റ്റ് ചെയ്യാതിരിക്കുന്ന പോയിന്റ് ഏതിലാണ്? എക്സ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ എന്താണ്? ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് സെക്കൻഡ് കൈൻഡ് ആണ്. ബാക്കി എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ എക്സാമ്പിൾ കൂടി, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് മൈനസ് 2 എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് പ്ലസ് 2 വാല്യൂസ് തന്നു. അപ്പോൾ ഇവിടെ നോക്കാം, ഫംഗ്ഷൻ എല്ലാം പോളിനോമിയലാണ്. ഇവിടെ തന്ന എല്ലാം പോളിനോമിയൽസ് ആണ്. പോളിനോമിയൽസ് എല്ലാം ഡിഫൈൻ ചെയ്തത് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ -3 മുതൽ -2 വരെയുള്ള ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. -2 മുതൽ 0 വരെയുള്ള ഇൻ്റർവെല്ലിൽ എക്സ് മൈനസ് 2 കണ്ടിന്യൂസ് ആണ്. 0 മുതൽ 1 വരെയുള്ള ഇൻ്റർവെല്ലിൽ എക്സ് പ്ലസ് 2 കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബ്രേക്ക് വരുന്ന പോയിന്റ്സ്, ഇവിടെ ഏതൊക്കെ പോയിന്റിലാണ് ബ്രേക്ക് വരിക? -2 ബ്രേക്ക് വരുന്നുണ്ട്, ദെൻ 0 ബ്രേക്ക് വരും. അപ്പോൾ രണ്ട് പോയിന്റിലാണ് ഫംഗ്ഷൻ എന്തുണ്ടാവുക? കണ്ടിന്യൂസ് ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യേണ്ടി വരും. ഒന്ന് 0 ഒന്ന് -2. അപ്പോൾ 0 ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് എടുത്തു. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എക്സ് പ്ലസ് 2 ഈക്വൽ ടു 2 എന്ന് കിട്ടി. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് എക്സ് മൈനസ് 2 ഈക്വൽ ടു -2 എന്ന് വരും.
അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസും എഫ് ഓഫ് എക്സ് മൈനസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് ദേ ആർ നോട്ട് ഈക്വൽ. ഒന്ന് 2 ഒന്ന് -2 ആണ്. സോ ദിസ് ഈസ് എ സിമ്പിൾ ഡിസ്കണ്ടിന്യൂറ്റി. The function is discontinuous at x equal to 0 by a single discontinuity. ഇവിടെ സിമ്പിൾ ഡിസ്കണ്ടിന്യൂറ്റി. ബാക്കിയുള്ള പോയിന്റുകളിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ്. ഇനി എവിടെയെങ്കിലും ചെക്ക് ചെയ്യണം, x ഈക്വൽ ടു -2 എന്നുള്ള പോയിന്റ് കൊണ്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു -2 മൈനസ് എടുത്തു. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്നാൽ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു -2 മൈനസ് ഓഫ് എക്സ് -2 ആണ്. ആൻസർ എടുത്തപ്പോൾ 0 എന്ന് കിട്ടി. അത് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടിയപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് 0 എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണ്. അതാണ് എഴുതി ഹിയർ എഫ് ഓഫ് എക്സ് പ്ലസ് ആൻഡ് എഫ് ഓഫ് എക്സ് മൈനസ് are not equal to 0 at x equal to 0. Therefore, simple discontinuity at x equal to 0. At all other points in -3, 1, f is continuous. -3 മുതൽ 1 വരെയുള്ള എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണ്. Thank you.